ആമേൻ. ആറാമത്തെ ദിവസമാണ് നമുക്ക് ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് ഇടയാക്കിയത്. കഴിഞ്ഞ 5 ദിവസവും രാത്രിയും പകലും ഇന്ന് പകലും ഒക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, വിശേഷാൽ വിഷയങ്ങളെ ഓർത്ത് മധ്യസ്ഥ ചെയ്യുവാനൊക്കെയുള്ള കൃപ ദൈവം നമുക്ക് തരുവാൻ ദൈവത്തെ ഇടയാക്കി തീർത്തു. ഇന്ന് രാവിലത്തെ പ്രാർത്ഥന തന്നെ വളരെ ശക്തിയേറിയ ആ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ദൈവമായി പാടിയാക്കി. ഞാനിവിടെ നിന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച ദൂതെടുക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഓരോ ഭവനത്തിനകത്തും ബാധിച്ചു വെച്ച അന്ധകാരത്തിൻ്റെ കെട്ടുകളെ കർത്താവ് അഴിക്കുന്നത് എനിക്ക് ആത്മാവിൽ ബോധ്യപ്പെടുവാനിടയാക്കി. ആമേൻ. ദൈവം ഈ ദിവസം അങ്ങനെ തന്നെ ചെയ്ത കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിന് 1000 നന്ദിയും അനുഗ്രഹത്തെയും ദൈവസന്നിധി നൽകുന്നു. പ്രാർത്ഥനയിൽ എന്നോടൊപ്പം പോരാടുന്ന എല്ലാ പോരാളികൾക്കായി ഞാൻ വിശേഷ വന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്നിടത്തോളം നമ്മുടെ ഈ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകും. ദൈവം എപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുവോ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതിനകത്ത് സഹയാത്രികരായിട്ട് എൻ്റെ കൂടെ കൂടാൻ നിയോഗമുള്ളവർക്ക് കൂടാം. എന്തായാലും ഒരു വിടുതൽ കണ്ടിട്ട് മാത്രമേ എഴുന്നേൽക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. യഹോവ സ്വർഗത്തിൽ നിന്ന് കടാക്ഷിക്കണം, ഇതാ നമ്മുടെ ലക്ഷ്യം. മറ്റാരും കടാക്ഷിക്കാൻ സാധ്യതയില്ല എന്നത് നമുക്കറിവാണ്. ദൈവത്തിന് മാത്രമേ കടാക്ഷിക്കുവാൻ കഴിയുള്ളൂ. സമയം ലഭിച്ചതുകൊണ്ടോ ആരോഗ്യമുള്ളതുകൊണ്ടോ പൈസ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അല്ല ഈ പ്രാർത്ഥനകൾ നടത്തുന്നത് കൊടുത്തു പോകാതെ. എന്നാൽ അതിൻ്റെ പുറകിൽ ദൈവസന്നിധിയിൽ ചില ലക്ഷ്യങ്ങൾ, ചില കാഴ്ചപ്പാടുകൾ, ചില ദർശനങ്ങൾ, ചില നിയോഗങ്ങൾ ദൈവാത്മാവ് തന്നതുകൊണ്ട് അതിൻ്റെ സഫലീകരണം വരുന്നത് വരെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. ദൈവമക്കൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുവല്ലോ. പ്രത്യേകിച്ച് ചില ദൈവമക്കളൊക്കെ ഹൃദയം തുറന്ന് അവരുടെ സമ്പത്തും ഒക്കെ തന്ന് സഹായിക്കുന്നു. നിങ്ങളെ വിശേഷാൽ പ്രത്യേകിച്ച് വന്ദനം ചെയ്യുന്നു. കർത്താവ് മാനിക്കട്ടെ. ഇന്ന് രാവിലെ കേട്ട ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഗ്രഹതലത്തിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിൻ്റെ കെട്ടുകളെ ദൈവത്തിൻ്റെ ആത്മാവ് ശാസിച്ചു എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 1-5 വാക്യം നാം അതിന് ഉപയോഗബലമായ വചനത്തെ നാം എടുത്തുകൊണ്ട് നാം ആത്മാവിൽ പോരാടി അതുമായിട്ട് പല വാക്കുകൾ വചനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം നമ്മെ ഇറക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രസാദമായി. ഇന്ന് രാത്രിയിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 1-2 ദൂതുകളാണ് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് എൻ്റെ 4ാമത്തെ മെസ്സേജാണ്. ഇപ്പോഴത്തെ സമയം രാവിലെ 5 മണിക്ക് നിങ്ങൾ എൻ്റെ മെസ്സേജ് കേട്ടു. അപ്പോൾ തന്നെ 10:30 മണിക്കുള്ള മെസ്സേജ് നിങ്ങൾ കേട്ടു. അത് കഴിഞ്ഞ് 5 മണി മുതൽ 6 മണി വരെ ഒരു ഇൻ്റർനാഷണൽ സൂം മീറ്റിങ്ങിൽ പല രാജ്യങ്ങളുമുള്ള എനിക്ക് തോന്നുന്നു 10:35-38 ഡിവേഴ്സുകൾ ജോയിൻ ചെയ്ത ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു കൊറോണ സമയം മുതൽ തുടങ്ങിയ ഒരു മീറ്റിംഗാണ്. അതിൽ 2 മീറ്റിങ്ങിൽ എനിക്ക് പല ആവർത്തി പ്രസംഗിച്ചു. ഇന്നും അവരെന്നെ പ്രസംഗിക്കണമേ എന്ന് നിർബന്ധിപ്പാടിയാക്കി. അപ്പോൾ എൻ്റെ 3ാമത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4ാമത്തെ മെസ്സേജിലോട്ടാണ് ഞാൻ ഇന്നത്തെ സമയത്ത് ഇടുന്നത്. അതൊക്കെ എനിക്ക് ദൈവം തന്ന ഭാഗ്യ പദവിക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതാ ഞാൻ എപ്പോഴും പറയുന്നത്, അധികം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം മാത്രമേ അധികം സംസാരിച്ചിട്ടുള്ളൂ മറ്റേതിനേക്കാളും. അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നും ഇന്നലെയൊക്കെ ഞാൻ വീണ്ടും മറ്റൊരു വിഷയം കൂടെ എൻ്റെ നാവിനകത്ത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം എനിക്ക് ദൈവം തന്നു. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അത് അനുഭവത്തിൽ കൂടെ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം, അധികം ദൈവത്തിന് പ്രയോജനപ്പെടണമെന്ന് ഞാൻ ആ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എൻ്റെ കൊച്ചു ആയുസ് കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ നിയോഗത്തിന് ഞാൻ കർത്താവിന് മുമ്പാകെ സമർപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് നാം രാവിലെ ഞാൻ ഈ 3ാമത്തെ മെസ്സേജ് പറഞ്ഞപ്പോൾ എനിക്ക് രാവിലെ എടുത്ത പ്രസംഗമായിട്ട് മെസ്സേജുമായിട്ട് ഒരു പൊരുത്തം വന്നതുകൊണ്ട് ഇന്നും രാത്രിയിൽ അതെടുക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. കൊലോസ്യ ലേഖനം അതിൻ്റെ 1ാമത്തെ അധ്യായത്തിൻ്റെ 12ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1ാമത്തെ അധ്യായത്തിൻ്റെ 12ാമത്തെ വാക്യം. ദയവായിട്ട്
ഉറക്കെ ഒന്ന് വായിച്ചിടാമോ? സ്തോത്രം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പദം. നിങ്ങൾക്ക് ആ വാക്യം വായിച്ചപ്പോൾ തന്നെ രാവിലത്തെ മെസ്സേജുമായിട്ടൊരു ബന്ധം നിങ്ങൾക്ക് വന്നു എന്ന് ബോധ്യം പ്രാപിച്ചു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി പോരാടണം എന്ന വാക്കും, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം നമ്മെ പ്രാപ്തനാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും, ആ പദം ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കണം. ഈ 4 അധ്യായത്തിനകത്ത് 95 വാക്യമുണ്ട്. ഞാൻ ഈ 95 വാക്യം നിരവധി പ്രാവശ്യം തിരിച്ചു മറിച്ച് വായിച്ച് ഞാൻ ബോധ്യപ്പെട്ട ലേഖനമാണ്. ആ ലേഖനത്തിനകത്ത് ഞാൻ വായിച്ചപ്പോൾ പൗലോസിൻ്റെ ഒരു പ്രതിജ്ഞ, അല്ലെങ്കിൽ പൗലോസിൻ്റെ ഒരു നിർബന്ധം, പൗലോസിൻ്റെ ഒരു സമർപ്പണം, അല്ലെങ്കിൽ പൗലോസിൻ്റെ ഒരു ആർത്തി എനിക്ക് 95 വാക്യത്തിനകത്ത് വായിച്ചപ്പോൾ കണ്ടു. ആ പൗലോസിൻ്റെ ആർത്തിയും വാഞ്ചയും എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളെയും, അല്ലെങ്കിൽ തൻ്റെ ലേഖനം വായിക്കുകയും തൻ്റെ ശുശ്രൂഷ അനുഭവിക്കുകയും ചെയ്യുന്ന സകല വ്യക്തികളും ഒരിക്കലും അന്ധകാരത്തിലിരിക്കാൻ പാടില്ലെന്നും, അത് ഒന്നാമത്തെ തൻ്റെ പ്രതിജ്ഞ. രണ്ടാമത്തെ തൻ്റെ പ്രതിജ്ഞ, എല്ലാ വിശുദ്ധന്മാരെയും ദൈവരാജ്യത്തിൽ ആക്കി വെക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു പൗലോസിൻ്റെ ഈ കൊലോസ് ലേഖനത്തിൻ്റെ നിർബന്ധം. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. ഇരുട്ടിൻ്റെ കെട്ടിനെ അഴിച്ച ശേഷം പൗലോസിൻ്റെ ദൗത്യം, തൻ്റെ ശുശ്രൂഷ അനുഭവിക്കുന്ന, തൻ്റെ ലേഖനം വായിക്കുന്ന സകല വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞാൽ അവരെ കൊണ്ട് സ്വർഗത്തിരുത്തണം. പിടികിട്ടിയ ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടി ഞാൻ തന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാനും പറയുന്നു, പൗലോസിനും സ്വർഗത്തിൽ പോകണം, പൗലോസിന്റെ ശുശ്രൂഷ അനുഭവിക്കുന്നവരെയും സ്വർഗത്തിൽ കൊണ്ടുപോയി ഇരുത്തണം. ഇതാണ് ആ വാക്ക്, സ്വർഗത്തിൽ കൊണ്ടുപോയി ഇരുത്തണം. ഇതാണ് സ്വർഗത്തിൽ കൊണ്ട് ഇരുത്തണമെങ്കിൽ സ്വർഗത്തിൽ ഇരുത്താത്ത തടയുന്ന ഒരു പിശാചുണ്ട്. ആ പിശാചിന്റെ ശബ്ദത്തിന് കൊടുത്തിരിക്കുന്ന പദം അന്ധകാരമെന്നോ ഇരുട്ടെന്നോ ഒക്കെ വ്യാപരിക്കുന്നു. അവിടെ വാക്കാകുന്നു, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ രാജ്യത്തിലാക്കണം എന്ന് പറഞ്ഞാൽ, തൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് തൻ്റെ ജനത്തെ അന്ധകാരത്തിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചതിന് ശേഷം സ്വർഗത്തിൽ കൊണ്ടുവരുത്തണം. ഇതിന് ഈ വാക്ക് പറയുമ്പോൾ സന്തോഷമായിരിക്കും. ഈ ശബ്ദം പറയുമ്പോൾ എല്ലാവർക്കും ഈസി എന്ന് തോന്നും. ഈസിയായ കാര്യമല്ല. ഇത് താൻ പറയുമ്പോൾ താൻ കിടക്കുന്നത് കുണ്ടറയ്ക്കകത്താണ്, അല്ലെങ്കിൽ ജയിലിനകത്താണ്. ജയിലിൽ കിടന്നുകൊണ്ടാണ് തൻ്റെ വെളിപ്പാട് പറയുന്നത്. ജയിലിൽ കിടന്നുകൊണ്ടാണ് തൻ്റെ ആഗ്രഹം പറയുന്നത്. ജയിലിൽ കിടന്നുകൊണ്ടാണ് തൻ്റെ ഈ പ്രാർത്ഥന. എന്താ ഈ പ്രാർത്ഥന? ദൈവമേ, ഞാൻ ജയിലിൽ കിടക്കുന്നാലും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ശുശ്രൂഷ അനുഭവിക്കുന്ന, എൻ്റെ ഈ ലേഖനം വായിക്കുന്ന തൻ്റെ ജനം ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും അവർ വിടുവിക്കപ്പെട്ടവരായി തീർന്ന ശേഷം, സാത്താന്റെ കെട്ടുനിന്ന് വിടുവിക്കപ്പെട്ടതിന് ശേഷം സ്വർഗത്തിൽ ഇരിക്കണം. അത് എൻ്റെ ഒരു നിർബന്ധമാണ്, അതെൻ്റെ ഒരു വിലയാണ്, അതെൻ്റെ ആഗ്രഹമാണ്. അതിന് ഞാൻ വില മുടക്കാൻ ബാധ്യസ്ഥനാണ്, അതിനായി ഉപവസിക്കാൻ ബാധ്യസ്ഥനാണ്, അതിനായി ഞാൻ പോരാടാൻ ബാധ്യസ്ഥനാണ്, അതിനെ കെട്ടഴിപ്പാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അതിനായി ഞാൻ ദൈവസന്നിധിയിൽ പോരാടുകയാണ്. ഒരു കുളമ്പോ നഷ്ടപ്പെട്ടു പോകാതെ
ആമേ ഒരു വ്യക്തികൾ പോലും ആമേ നഷ്ടപ്പെട്ടു പോകാതെ ആമേ എൻ്റെ ചങ്ങല ഒഴിച്ചിട്ട് ബാക്കി സകല വ്യക്തികളും ചങ്ങലയുടെ അകപ്പെടാതെ വണ്ണം ബാക്കി സകല ജനങ്ങളും ആമേ സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിലാക്കണമെങ്കിൽ അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ അധികാരത്തിന്റെ കെട്ടിന് ഒരു പൊട്ടലുക സംഭവിച്ചേ പറ്റൂ. ആ കെട്ടുകൾ അഴിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഈ ശബ്ദം കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവര് അന്ധകാരത്തിന്റെ കെട്ടുനിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് സ്വർഗ്ഗത്തിരിക്കേണ്ട ഒരു കടപ്പാട് ഞാനും ആമേ ആ നിർബന്ധത്തോടെ വാക്ക് പറയുന്നുകൊണ്ട് കരമടിച്ച് നിയോഗം പ്രാപിച്ചവർ എന്റെ തലമുറ അന്ധകാരത്തിരിക്കരുത്, എന്റെ കുടുംബം അന്ധകാരത്തിരിക്കരുത്, എന്റെ ആമേ കുടുംബജീവിതം അന്ധകാരത്ത് പോകരുത്, എന്റെ സഭ അന്ധകാരത്തിലാകരുത്, എന്റെ ദേശം അന്ധകാരത്തിലാകരുത്, എന്റെ അയൽവക്കക്കാർ നൈബേഴ്സ് ആമേ അന്ധകാരത്തിരിക്കരുത്, ആമേ ഞാൻ പാർക്കുന്ന രാജ്യം അന്ധകാരത്ത് പോകരുത്, ഞാൻ പാർക്കുന്ന പട്ടണം അന്ധകാരത്ത് പോകരുത്. അവരെ ദൈവരാജ്യത്തിൽ ഇരുത്തേണ്ട ഒരു കടപ്പാടാണ് എന്റെ കടപ്പാടെന്ന് അവൻ നിയോഗം പ്രാപിച്ചവർ കരമടിച്ച് ആത്മാവിൽ പറയാം. അതെ ദൈവമേ, ഈ പ്രിയപ്പെട്ടവർ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും സ്നേഹസ്വരൂപ ദൈവരാജ്യത്തിന്റെ രാജ്യത്തിൽ അവരാക്കി വെക്കണമേ. കരമടിച്ചൊന്ന് ആത്മാവിൽ ജീവനുള്ള സ്വന്തം പറ. ഉപവസിക്കുന്നതെങ്കിൽ ജീവൻ കാണിക്ക്, പ്രാർത്ഥിക്കുന്നവൻ ജീവൻ കാണിക്ക്, ആത്മാവിൽ പോരാടി പറ. ആമ ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണല്ലോ, ഈ ദൂത് നിങ്ങളെ വിടുവിക്ക ദൂതാണല്ലോ. അടമനഘടക ശൗടമാനക തകർച്ചയിലേക്ക് പോകാനല്ല, പരാജയത്തിലേക്ക് പോകാനല്ല, പൈശാചിക അധികാരത്തിലേക്ക് പോകാനല്ല, എന്റെ ക്രിസ്തുവിനോടുകൂടി ഇരുത്തുവാത്തക്കവണ്ണം അവന്റെ രാജ്യത്തിലാക്കേണ്ട ഒരു ദൈവിക ശുശ്രൂഷയാണ്. സ്വതന്ത്രം ഞാൻ ആ വാക്ക് പറയുമ്പോൾ അതിന്റെ വെളിപ്പാട് ഓർക്കണം, അതിന്റെ വെളിപ്പാട് എടുക്കണം. ആ വെളിപ്പാട് ഇപ്രകാരമാണ്. എഫേസ്യ ലേഖനം അതിന് 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യം കൂടി അതിനൊരു സിമിലാരിറ്റി ഉണ്ട്. അന്ന് വായിച്ച സ്തോത്രം. ആമേ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 6ഉം 7ഉം വാക്യം പ്ലീസ് വേഗത്തിൽ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, ആ വാക്ക് ഒന്നുകൂടി പറയുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെ ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർപ്പിച്ച് ദൈവത്തിന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. നോക്കണം, എന്താ അവിടെ വെക്കാൻ കാരണം? ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി പോയില്ല എങ്കിൽ, ദൈവരാജ്യ സാന്നിധ്യം അനുഭവിച്ചില്ലെങ്കിൽ, പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിച്ചില്ലെങ്കിൽ, ഈ ലോകത്തിന്റെ കെട്ട് അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ കെട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രഭു അല്ലെങ്കിൽ പിശാചിന്റെ കെട്ട് അവരെ മൂടി നശിപ്പിക്കുമെന്നതുകൊണ്ട് അവിടെ മന്ത്രവാദം ഫലിക്കും, അവിടെ ശകുനവാദം ഫലിക്കും, അവിടെ ആഭിചാരം ഫലിക്കും, അവിടെ നേർച്ച കാഴ്ച ഫലിക്കും. അവൻ ദൈവരാജ്യത്ത് പ്രവേശിച്ചില്ല എങ്കിൽ രോഗം ഫലിക്കും, അവൻ ദുരിതം വന്ന് കയറും, വെല്ലുവിളി വന്ന് കയറും. അത് വരാതിരിക്കണമെങ്കിൽ ക്രിസ്തുയേശുവിൽ അവനോട് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിരുന്നെങ്കിൽ മാത്രമേ. ഓ റിബ രഗ ജഗ ശല കരമടിച്ച് ആത്മാവിൽ പറയണം. പോരാ, ആത്മാവിൽ ഒരു പ്രാവശ്യം വിടുതലെടുത്താട്ടെ, ആത്മാവിൽ ഒരു പ്രാവശ്യം വിടുതലെടുത്താട്ടെ. ദൈവരാജ്യ പ്രവേശനം, ദൈവരാജ്യ പ്രവേശനം. ആ ദൈവരാജ്യ പ്രവേശനത്തിൽ കൂടി മാത്രമേ കെട്ടുകൾ പൊട്ടുകയുള്ളൂ, അന്ധകാരം ആഴത്തുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും ബന്ധിക്കുവാൻ കഴിയും, വീണ്ടും അന്ധകാരത്തിടാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ചിലരെ കൂടെ പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിച്ചിട്ട്, ദൈവരാജ്യത്തിന്റെ സാമീപ്യം അനുഭവിച്ചിട്ട്, ഇരുട്ടിന്റെ കെട്ടിടം മൊത്തം അഴിച്ചു മാറ്റിയിട്ട് സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്ത് നമ്മെ ആക്കി വയ്ക്കുന്ന ആ മഹത്വമേറിയ പദവിയിലേക്ക്, ആ മഹത്വമേറിയ അവസ്ഥയിലേക്ക് ഈ ശബ്ദങ്ങൾ ദൈവമക്കളെ ദൈവം പ്രവേശിപ്പിക്കുന്ന ഒരു വെളിപ്പാട്. അസ്ഥികം, നാടികം, നരമ്പുകൾ, രക്തധമനികൾ, മത്സ്യമാംസത്തൊക്കെമേൽ കർത്താവിന്റെ ബലത്തെ ദൈവം നിയമിച്ച് വിടുതൽ 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 വിടുതൽ. ഓ വിടുതൽ 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 വിടുതൽ. ഉടമദമദമദന തിരിവെടമദമ ശബ്ദരാധന ഉദാരജ ശബാധിനി ജല ശബധരാധന. പൗലോസ് ആ ഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്ന 2-3 ആശയം കൂടി ഞാൻ അടിസ്ഥാനപരമായി ദൈവമാക്ക് ബോധ്യപ്പെടുത്താം. അതുകൊണ്ട്
ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ പരിശുദ്ധാത്മനെ പ്രാപിക്കണം, കൃപാവനം പ്രാപിക്കാതെ കൃപാവനം പ്രാപിക്കണം. ഞാൻ ഈ നമ്മുടെ ഉച്ചത്തെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിത്ര സിസ്റ്റർ പറഞ്ഞു എൻ്റെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടായി. ഞാൻ പുതിയ അന്യഭാഷ പറഞ്ഞു. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ആത്മാവിൽ തുള്ളിച്ചാടണമെന്ന് അന്തരീക്ഷമുണ്ട്. നിർത്തിയിട്ട് പോലും നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ മാതാവ് പറഞ്ഞു, മാതാവിൻ്റെ അന്യഭാഷയ്ക്ക് മാറ്റം, പുതിയ ഭാഷ ലഭിച്ചു. ഞാൻ പറഞ്ഞ അർത്ഥം ഷീനാൻഡി എനിക്ക് മെസ്സേജ് ഇട്ടു. അവർക്ക് ദൈവാത്മ വ്യത്യാസം ഇരുന്ന് തീയാണ് അവർ അനുഭവിച്ചത്. വീടിനകത്ത് തീ അനുഭവിപ്പാടിയാക്കി ശബ്ദരാധന ദൈവാത്മ സാക്ഷ്യത്തിന് വേണ്ടി ചില വ്യക്തികളിലേക്ക് ചില വിടുതലുകൾ പകലത്തെ ശുശ്രൂഷ അഴിച്ചുവെങ്കിൽ ഈ രാത്രി ഒട്ടും കുറയുന്നില്ല, ഒട്ടും ചോരുന്നില്ല. അതിന്റെ മാറ്റങ്ങൾ രാത്രി അനുഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ദൈവത്തിന്റെ അഭിഷേക തീ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഘടനകളിലും ഭവനത്തിന്റെ അന്തരീക്ഷത്തിനകത്തും ഒരു അഭിഷേകം അയച്ച് ഈ ഇരുട്ടിനെ കെട്ടിനെ പുറത്താക്കി ദൈവത്തിന്റെ അഭിഷേകത്തെ തീ ഓരോ വ്യക്തികളിലേക്ക് ജ്വലിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ഐക്യാണ്. കാര്യങ്ങൾ അരിച്ച് സ്തോത്രം ചെയ്യണം. Praise the Lord. ഇനി ഞാൻ ഒരു ബേസ് ഇടാം. നിങ്ങൾ ആ ഭാഗം എടുക്കണം. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. ആക്ട്സ് ചാപ്റ്റർ 1:1-2 പ്ലീസ്. അപ്പല്ലോസ് കോരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന്. ആ ചോദ്യം പൗലോസ് ചോദിക്കാൻ കാരണമുണ്ട്. ഇവിടെ എന്നോട് ആ ദൂത് ദൈവ നിയോഗം തന്നതുകൊണ്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കണം. എല്ലാ ദൈവമക്കളും കഴിയുന്നിടത്തോളം വീഡിയോ ഓൺ ചെയ്ത് എൻ്റെ മുഖം കണ്ട് ആ ദൂതെടുക്കാൻ പറ്റുന്നവർ ആ കാര്യം എടുക്കണം. സ്തോത്രം. ഇവിടെ ആ ദൂതെടുക്കണം. എഫെസോസിൽ പൗലോസ് കാല് ചവിട്ടിയപ്പോൾ തന്നെ അവിടുത്തെ നരകം അല്ലെങ്കിൽ പിശാച് നശിപ്പിക്കുന്ന വെല്ലുവിളിയുടെ സാന്നിധ്യം പൗലോസ് അനുഭവിച്ചു. പൗലോസ് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, ഇങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായല്ലോ. നേരത്തെ പോയ രാജ്യങ്ങളൊന്നും ആ ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടായില്ല. പക്ഷെ എഫെസോസിൽ എത്തിയപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ്സ് എനിക്ക് വരേണ്ട കാരണമെന്ത്? അവിടെ അപ്പൊല്ലോസ് ഉണ്ടല്ലോ, കുറെ വിശ്വാസികളുണ്ടല്ലോ. പിന്നെ എനിക്ക് ആ ഫീലിങ്സ് വരേണ്ട കാരണം എന്താണ്? അപ്പൊ ആ ഞരക്കത്തിന്റെ ഫീലിങ്സ് വന്നത് കൊണ്ടാണ് പൗലോസ് ആ ചോദ്യം ചോദിച്ചത്. ശിഷ്യന്മാർ ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. കാര്യം ഇവിടെ ഞാനൊരു കാര്യം പറയാം. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവരെല്ലാം നിയന്ത്രിക്കുന്നത് അന്ധകാരമാണ്. പരിശുദ്ധാത്മാവില്ലാത്ത വീട്ടിനകത്തെല്ലാം അന്ധകാരമാണ് ഭരിക്കുന്നത്. പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തികളെ മൊത്തം ഭരിക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ആ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പോൾ ആ ശിഷ്യന്മാർ ചോദ്യം ചോദിക്കണം, പാസ്റ്റർക്ക് എങ്ങനെ ഇത് മനസ്സിലായി? പാസ്റ്റർക്ക് എങ്ങനെ മനസ്സിലായി എന്നൊരു ചോദ്യം അവർ ചോദിച്ചാൽ പൗലോസ് തിരിച്ചു പറഞ്ഞ മറുപടിയാകുന്നു, ഞാൻ അതിൻ്റെ പ്രയാസം ഇവിടെ ചവിട്ടിയപ്പോൾ തന്നെ അനുഭവിച്ചു. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ആത്മാവ് ചില ഭവനത്തിൽ ചവിട്ടുമ്പോൾ അതറിയാം, ചില ദേശത്ത് ചവിട്ടുമ്പോൾ അറിയാം, ചില സഭയ്ക്കകത്ത് ചവിട്ടുമ്പോൾ അറിയാം. ചില വ്യക്തികളത് കാണുമ്പോൾ അറിയാം. പിശാച് ഭരിക്കുന്ന വ്യക്തികൾ, പിശാച് നിയന്ത്രിക്കുന്ന വ്യക്തികൾ, പിശാചിന്റെ കൺട്രോൾ നിൽക്കുന്ന വ്യക്തികളെ ചില വ്യക്തികളെ കാണുമ്പോൾ അറിയാം. ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ പ്രാർത്ഥനയിലും ഈ ഉപവാസത്തിലും കഴിയുന്നിടത്തോളം വേഗത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവന്റെ അഭിഷേകത്തിന്റെ വിശേഷതകൾ പ്രാപിച്ച് ജയമെടുക്കുവാൻ ഞാൻ ദൈവമെ ഉത്സാഹിപ്പിക്കുന്നു. പൗലോസ് ചോദിച്ച ചോദ്യത്തിന് പറയുന്നു, അയ്യോ, അത് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല പാസ്റ്ററേ. പേര് വിശ്വാസി എന്നാണ്, പേര് പാരമ്പര്യമുള്ളവരെന്നാണ്, പേര് പഴക്കം തഴക്കമുള്ളവരെന്നാണ്, വർഷങ്ങൾ പഴക്കമുള്ള പെന്തിക്കോസുകാരി, വർഷങ്ങൾ പഴക്കമുള്ള പെന്തിക്കോസുകാരൻ. പക്ഷെ ഇന്നും അന്ധകാരത്തിന് അടിമയാണ്, ഇന്നും പിശാചിന്റെ കൺട്രോളിന് അടിമയാണ്.
ആ കുടുംബത്തെ നിയന്ത്രിക്കുന്ന പിശാചാണ്, ആ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുന്ന പിശാചാണ്. ഇന്ന് രാത്രി ആ സഭയെ നിയന്ത്രിക്കുന്ന പിശാചാണ്. അത് വരാതിരിക്കത്തക്കവണ്ണം ഇനി എന്നെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായി മാറത്തക്കവണ്ണം ഇരുട്ടിന്റെ അന്ധകാര കെട്ടിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോടെ ആ കെട്ടിനെ അഴിപ്പാൻ അധികാരത്തിന്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഇന്ന് റിബലഘടക ശബദ്ധരാധന യേശുവിന്റെ നാമത്തിൽ ആ ദൂരെടുക്കണം. ആ ഭവനത്തിന്റെ മേൽ കിടക്കുന്ന ആ ഇരുളഞ്ഞ മേഖലകൾ, കുറ്റം പറയുന്ന പിശാച്, വഴക്കുണ്ടാക്കുന്ന പിശാച്, അവ പിണക്കമുണ്ടാക്കുന്ന പിശാച്, തമ്മിൽ മുഖം നോക്കാൻ കഴിയാതെ വന്ന ആ അകൽച്ച ഉണ്ടാക്കുന്ന പിശാച്, വഴിതെറ്റിക്കുന്ന പിശാച്, തലമുറകളെ പാപത്തിൽ നയിക്കുന്ന പിശാച്, മോഹങ്ങളിലേക്ക് നയിക്കുന്ന പിശാച് ഇന്ന് രാത്രി അഴിയണം. അവൻ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രിയിൽ ആ വിഷയത്തിനകത്ത് ജയം പ്രഖ്യാപിക്കണം യേശുവിന്റെ നാമത്തിൽ. ശ്രദ്ധിക്കണം, അവിടെ തലമേ കൈവച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ദേഹത്തേക്ക് ഇറങ്ങി. ആ 19-ാം അധ്യായത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിന്റെ 2 വാക്യം ഒന്ന് വായിച്ചു വിടാൻ വേണ്ടി. 2 വാക്യം, ആ പാരഗ്രാഫിന്റെ അവസാന 2 വാക്യം. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടെ 12ഓളമായിരുന്നു. ഓർത്തോണം, പൗലോസിനൊരു കാര്യം മനസ്സിലായി. ഇവിടത്തെ ഇരുട്ടിന്റെ ആത്മാവ് പ്രബലപ്പെടേണ്ട കാരണം പെന്തിക്കോസുകാരില്ലാഞ്ഞിട്ടല്ല, വിശ്വാസികളില്ലാഞ്ഞിട്ടല്ല, അവരെല്ലാം ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആമേൻ. ഞാൻ ആത്മാവിൽ പറയാം, ദൈവമക്കളുടെ ആത്മാവിൽ പറയാം. ഈ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്ന എല്ലാ മേഖലകളിലും വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെല്ലാവരും അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന എനിക്ക് കാണാൻ പറ്റി. ശുശ്രൂഷിക്കുന്ന എൻ്റെ കണ്ണുപോലും നിറയത്തക്കവണ്ണം ആ ഒരു ആത്മ പകർച്ച എനിക്ക് അനുഭവിക്കാൻ തക്കവണ്ണിടയാക്കി കർത്താവിന്റെ കൃപ. എനിക്കിന്നും ദൈവാത്മാവ് എന്നോട് പറഞ്ഞ വാക്കാണ്, പരിശുദ്ധാത്മാവില്ലാത്തവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു കഴിഞ്ഞാൽ അന്ധകാരത്തിലെ കെട്ട് പൊട്ടിച്ച് അവരെ സ്വർഗത്തിലാക്കി വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ശുശ്രൂഷൻ എന്നോട് ദൈവം നിയോഗിച്ച ദൂത് ഒന്നുകൂടി കൈമാറുന്നു. ഈ ഉപവാസത്തിന്റെ 6ാമത്തെ രാത്രിയിൽ അന്യഭാഷ ഇല്ലാത്തവർ, അതും അന്യഭാഷ ഉണ്ടെങ്കിൽ പുതിയ ഭാഷയിലോട്ട് പ്രവേശിപ്പാൻ കഴിയാത്ത വ്യക്തികൾ, പൈശാചികന്റെ മേൽ ജയമെടുക്കണമെങ്കിൽ, അന്ധകാരക്കെട്ടിനെ പൊട്ടിക്കണമെങ്കിൽ ആത്മാവിൽ പോരാടുന്നത് കൊണ്ട് പൗലോസ് കൈവച്ച് പരിശുദ്ധാത്മാവിനെ കൊടുത്തതുപോലെ അവർ പ്രവചിപ്പാൻ അന്യഭാഷ പറയാൻ തുനിയതുപോലെ ഇന്ന് രാത്രി ആത്മാവിൽ പറയാം, എന്റെ മേൽ അഭിഷേകം വേണമെന്നാ, എനിക്ക് അഭിഷേകം വേണം, അധികാരം എനിക്ക് ആവശ്യമാണ്. റിബലകൾ ചിലരുമേ ദൈവാത്മാവ് ആ ഒരു അഭിഷേകത്തിന് കൈമാറ്റം ചെയ്യുന്നു. ആ കരമടിച്ച് നിയോഗമുള്ള ദൈവമക്കൾ, ആ ഭവനം നിങ്ങൾ സ്വതന്ത്രമാണെങ്കിൽ, ആ ഭവനം നിങ്ങൾ സ്വതന്ത്രമായി ആരാധിപ്പാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ നിർത്തണ്ട. ആത്മാവിൽ അല്പസമയ അന്യഭാഷയിൽ ആരാധിച്ചാട്ടെ. കത്തട്ടെ 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 കത്തട്ടെ. ഇരുട്ടിന്റെ അന്ധകാരങ്ങൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ, ഇരുട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല ഇളമേ സ്വഭാവ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ഭവനത്തിന്റെ അകത്തു നിന്നും തലമുറകൾ ഇരിക്കുന്ന ഇടങ്ങളിൽ അവിടെ ദൈവത്തിന്റെ ശക്തിയെ വ്യാപരിച്ച് സകല പിശാചും സകല അന്ധകാരങ്ങളും സകല പൈശാചിക സ്വഭാവങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ ശാസിക്കുന്നു, ഇപ്പോൾ തന്നെ ഞാൻ ശാസിക്കുന്നു. അഭിഷേകത്തെ അയച്ച് ഞാൻ ശാസിക്കുകയാണ്.
ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാത്തവരെ ബന്ധിക്കപ്പെടും കേട്ടോ. ഈ ദൈവ സാന്നിധ്യം കെട്ടപ്പെടും കേട്ടോ. ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാത്തവർ പിശാച് കെട്ടും. ആത്മാവിൽ പോരാടി കയറിക്കോണം. അലസരായിരിക്കരുത്. ഇതിനകത്ത് ആരും അലസരായിരിക്കരുത്. ഇതിപ്പോ ദൈവത്തിന്റെ സമയമാണ്. ഇത് യഹോവയുടെ പ്രവൃത്തി സമയമാണ്. അടകടകടകം ശൗഡമനകടകസി അടകദിനം തിരുവിടമത്സലാദിനാദനകസി അത്തരകട്ടി മനകലകട്ടി പടകലകക്ഷ അത്തരരാജി മൗഡാദകക്ഷലാദന ഉദാരക ശ്രീബൽ കരാദനാദനകക്ഷസി അന്യഭാഷയിൽ ദൈവത്തിന്റെ ഭാഗെ ദൈവരാജ്യത്തിന്റെ അഭിഷേകം, ദൈവരാജ്യത്തിന്റെ ശക്തി, സ്വർഗീയ ശക്തി, സ്വർഗീയ സ്ഥാനം, സ്വർഗീയ അഭിഷേകം, സ്വർഗീയ വിടുതലുകൾ, സ്വർഗീയ അഭിഷേകം, സ്വർഗീയ അഭിഷേകം, സ്വർഗീയ അഭിഷേകം, സ്വർഗീയ അഭിഷേകം, സ്വർഗീയ അഭിഷേകം, സ്വർഗീയ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ആമേ സൗഖ്യമായി, അത് വിടുതലായി, അത് അത്ഭുതമായി ഇന്ന് രാത്രിയിൽ കെട്ടുകൾ, ആഭിചാര ക്രിയകൾ, സാത്താന ശോധനങ്ങൾ, സാത്താനിട്ട സകല പ്ലാനുകളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തീകൾ മെഴുകുന്ന പോലെ, ചണനൂൽ കരിഞ്ഞതുപോലെ ആമി ശിംശോന്റെ കയ്യിൽ നിന്നും ആ ചണനൂൽ കരിഞ്ഞു പോയതുപോലെ അഴിഞ്ഞു വീഴുന്നു ബന്ധനങ്ങൾ, അഴിഞ്ഞു വീഴുന്നു ബന്ധനങ്ങൾ, അഴിഞ്ഞു വീഴുന്നു ബന്ധനങ്ങൾ, അഴിഞ്ഞു വീഴുന്നു. ആ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുകയാണ്. ആ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ആ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുകയാണ്. എന്റെ നാവിന് വാക്ക് വരികയാണ്. എന്റെ വായിന്ന് അധികാരത്തിന് ശബ്ദം വരികയാണ്. എന്റെ വായിന്ന് അധികാര ശബ്ദം വരികയാണ്. എന്റെ വായിന്ന് അധികാര ശബ്ദം വരികയാണ്. വിടുവിക്കപ്പെട, യേശുനാമം വിടുവിക്കപ്പെട. കുടുംബങ്ങളെ വെട്ടിവെച്ച, തലമുറ വെട്ടിവെച്ച അന്ധകാര പോരിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിച്ചു മാറ്റുന്നു. ആ കെട്ടിനെ ശാസിക്കുന്നു. I can destroy spirit unnecessary darkness. I can destroy spiritual. I'm a breakthrough. യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകത്തിൽ breakthrough ആമേൻ ഇപ്പോൾ കൽപ്പിക്കുകയാണ്. Praise the Lord. രക്തത്താലെ ചെയ്യാം. അന്ധകാരത്തിന്റെ ആത്മാവിനെ പൊട്ടിച്ചാൽ നമ്മെ ഇരുത്തുന്നത് സ്വർഗരാജ്യത്തിലാണ്. സഞ്ചരിക്കുന്ന മൊത്തം സ്വർഗരാജ്യത്തിൽ കൂടിയാണ്. ഇരിക്കുന്നത് ആമേ ദൈവരാജ്യത്തിലാണ്. ആ ദൈവരാജ്യത്തിൽ വിശേഷ നന്മ അത് അനുഭവിച്ച് മുമ്പോട്ട് ഗമിക്കാൻ പറ്റും. ഞാൻ അവിടെ ഒരു ചെറിയ വെളിപ്പാടൊരു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. അപ്പോസ്തലൻ 19-ാം അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യം. ആമേ ആക്ട്സ് ചാപ്റ്റർ 90 വേഴ്സസ് ആമേ 80, 90 and 12, 20 പ്ലീസ്. ആമേൻ. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണ്ടി ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചന ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ ഭാവം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞത് വരുവാനുള്ള ലോകത്തെ ശക്തിയാണ് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് ഇന്ത്യ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അമേരിക്കൻ ഗവൺമെന്റിന്റെയോ ലോക ഗവൺമെന്റിന്റെയോ വകയല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് സ്വർഗീയ ഗവൺമെന്റിന്റെ വകയാണ്. പക്ഷെ ഭൂമി ഇരിക്കുന്ന നമ്മൾ ബലപ്പെടാൻ സ്വർഗം നമുക്ക് അയക്കുന്ന ഒരു ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ പൗലോസിൽ കൂടെ എഫെസോസിൽ പട്ടണത്തിലേക്ക് കൊടുത്തപ്പോൾ 18-ാമത്തെ വാക്യം, വിശ്വസിച്ചവർ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ഒരു വെളിപ്പാടെടുത്തേ. നിങ്ങളുടെ ഗ്രഹത്തിൽ ചില ഏറ്റുപറച്ച് നടക്കും. നിങ്ങളുടെ ഗ്രഹത്തിൽ ചില ഏറ്റുപറച്ച് നടത്തും. അവരവർ പാപങ്ങളെ ഏറ്റുപറയും. ആമേ, തെറ്റിപ്പോയി എൻ്റെ അച്ഛാ, തെറ്റിപ്പോയി അമ്മാമേ, തെറ്റിപ്പോയി മമ്മി, തെറ്റിപ്പോയി ഡാഡി, ആമേ എന്ന് കുഞ്ഞുങ്ങൾ വന്ന്
ഏറ്റു പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ ഇറങ്ങിയ ആത്മാവ് പരിശുദ്ധാത്മാവാണ്. ഉടവരഘടകത്തിന് തെറ്റിന് ചെയ്യത്തില്ല മമ്മി, തെറ്റിന് പ്രവർത്തിക്കുന്നില്ല അച്ഛാ എന്ന് കുടുംബത്തിനകത്ത് ഒരു കൺഫെസ്, ഒരു ഏറ്റുപറച്ച അനുതാപം സഭയിലോ കുടുംബത്തിനകത്തോ ദേശത്തിലോ നടക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവിടെ ഇറങ്ങിയ ആത്മാവ് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവാണ് എന്ന് പറഞ്ഞാൽ നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഒരു കൺഫെസ് സ്പിരിറ്റ് ആണ്. ആ അനുതാപത്തിന്റെ ആത്മാവ് അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആത്മാവ് റിയൽ ഹോളി സ്പിരിറ്റ് ആണ്. സ്വതന്ത്രം ഒന്നുകൂടി ഞാൻ പറയാം. വാസത്തിന്റെ 6 ദിവസം കൂടി ആയതുകൊണ്ട് പറയാൻ എനിക്ക് നിർബന്ധമുണ്ട്. നമുക്ക് അറിഞ്ഞു അറിയാതെ കുറെ അബദ്ധം പറ്റിയിട്ടോ, തെറ്റും വന്നിട്ടുണ്ട്. പറയരുതാത്ത കാര്യം പറഞ്ഞു, ചിന്തിക്കാത്ത കാര്യം ചിന്തിച്ചു, പോകാരുന്നത് പോയി, ഇരിക്കരുതാത്തിടത്ത് പോയി ഇരുന്നു, നോക്കേണ്ടിടത്ത് നോക്കരുതാത്തിടത്ത് നോക്കി. പല അബദ്ധങ്ങൾ, തെറ്റുകൾ വന്നതുകൊണ്ട് പരിശുദ്ധാത്മ പലപ്പോൾ ദുഃഖിച്ചു മാറിപ്പോയി. എന്നാൽ ഉപവാസത്തിന് 6-ാം ദിവസം പറയുന്നു, ആത്മാവ് ഇറങ്ങിയെന്ന് തോന്നിയാൽ ഒരു ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. അതിനാരും മടിക്കണ്ട. ആരോടെങ്കിലും എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ ചെയ്യുകയോ എന്തെങ്കിലും മേ ബി ചെറിയ തെറ്റായിരിക്കാം, പക്ഷെ അത് വലുതാണ്. നമുക്ക് ചെറുതായി തോന്നാം, പക്ഷെ പ്രാർത്ഥനയ്ക്ക് വിടുതലിന് തടസ്സമായി നിൽക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അതൊരു ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. അവർ ആത്മാവ് ഇറങ്ങിയപ്പോൾ അവിടെ ഏറ്റുപറച്ചിലുകൾ സംഭവിച്ചു. ഇനി 19-ാമത്തെ വാക്യം, അതുവരെ ശുദ്ധ പ്രയോഗം ഫലിച്ചു. ഏതുവരെ? പരിശുദ്ധാത്മ ഇറങ്ങുന്നത് വരെ ശുദ്ധ പ്രയോഗം ഫലിച്ചു. പരിശുദ്ധാത്മ ഇറങ്ങിയ ശേഷം ശുദ്ധ പ്രയോഗം ചെയ്യിച്ചു. അവൻ ഇന്ന് രാത്രി ഒരു എടുക്കണം, എൻ്റെ വീട്ടിൽ പരിശുദ്ധാത്മ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന മേഖല 1 കൺഫെസ്, 2 ശുദ്ധ പ്രയോഗത്തിന്റെ ശക്തിക്ക് ക്ഷതം സംഭവിച്ചു. വർഷങ്ങൾ പഴക്കമുണ്ടാകാം, മാസങ്ങൾ പഴക്കമുണ്ടാകാം. നമ്മൾ അറിയാതെ എവിടെയെങ്കിലും കൂടോത്രങ്ങൾ ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കാം. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞു, ബേസ്മെന്റ് അടിയിലാണ്. ആയിക്കോട്ടെ, ബേസ്മെന്റ് അടിയിലോ കട്ടളിന്റെ അടിയിലോ ചുമരിന്റെ അടിയിലോ ഭിത്തിക്കകത്തോ ഏതെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, പക്ഷെ ആദ്യം നമുക്ക് കുത്തി തുറക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ദൈവം അതിനെ ക്ഷയിപ്പിച്ചാൽ, ദൈവം അതിനെ അപലമാക്കി തന്നാൽ അതിനർത്ഥം ഇന്ന് രാത്രി വ്യാപരിച്ച ആത്മാവ് ദൈവരാജ്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവാണ്. ഈ 19-ാമത്തെ വാക്യത്തിനകത്തൊരു പ്രത്യേകത ഉണ്ട്. 50,000 വെള്ളിക്കാശെന്നാണ്. അത് ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ മണിയുമായിട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ 5 കോടി രൂപയുടെ സ്വത്താണ്. അപ്പൊ നിങ്ങൾ ഓർത്തേ, എത്ര ലാഭമുണ്ടാക്കി ഈ ശുദ്രം കൊണ്ട്. 50,000 വെള്ളിക്കാശ് 5 കോടിയുടെ സ്വത്താണ് കൊണ്ട് ചുട്ടുകളഞ്ഞത്. ഈ മന്ത്രവാദിയൊക്കെ ഈ 5 കോടി വിലയുള്ള 50,000 വിലയുള്ള ഈ പുസ്തകത്തെ കൊണ്ട് എത്ര കോടി രൂപ സമ്പാദിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, എത്രയോ കുടുംബങ്ങളെ കുപ്പക്കുളമാക്കി, എത്രയോ വ്യക്തികളെ അനാഥരാക്കി മാറ്റി, എത്രയോ വ്യക്തികളെ വിധവമാരാക്കി മാറ്റി, എത്രയോ കുഞ്ഞുങ്ങളെ അപ്പൻ്റെ അമ്മയുടെ ഇടയിൽ നിന്ന് മാറ്റി, എത്രയോ കുടുംബജീവിതത്തെ ഛന്നഭിന്നമാക്കി മാറ്റി, എത്രയോ ബിസിനസ്സിനെ ഈ ശുദ്രപ്രയോഗം കൊണ്ട് നശിപ്പിച്ചു, എത്രയോ സന്തോഷങ്ങളെ കെടുത്തി ഈ ശുദ്രപ്രയോഗം കൊണ്ട്, എത്രയോ സഭകളെ ഈ ശുദ്രപ്രയോഗം കൊണ്ട് ഛന്നഭിന്നമാക്കി മാറ്റി, എത്രയോ ശുശ്രൂഷകന്മാരെ ഈ ശുദ്രപ്രയോഗം കൊണ്ട് ശുശ്രൂഷനെ മാറ്റി, എത്രയോ ആത്മികരെ അനാത്മികരാക്കി മാറ്റി ശുദ്രപ്രയോഗം കൊണ്ട് എത്രയോ സന്തോഷങ്ങളെ കെടുത്തി അകാല മരണം കൊണ്ടിട്ടു, അപകട മരണം കൊണ്ടിട്ടു, ആത്മഹത്യ കൂടി നശിപ്പിച്ചു, എത്രയോ ജീവിതത്തെ
ഖണ്ഡമുന്നമാക്കി മാറ്റിയ ഈ ശുദ്ര പ്രയോഗത്തിന് കെട്ടിന് പരിശുദ്ധാത്മാവിന്റെ വ്യാപനം വെളിപ്പെട്ടു വന്നപ്പോൾ ആ ശുദ്ര പ്രയോഗത്തിന്റെ പുസ്തകത്തെ മൊത്തം ചുട്ടുകളഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു ചുടുന്നൊരു അഭിഷേകം അവൻ തീ കൊണ്ട് ഉത്തരം വരുന്നവനത്രേ സാക്ഷാ ദൈവം വന്നിരിക്കട്ടെ എന്ന് ഏലിയാവ് പ്രഖ്യാപിച്ചതുപോലെ ഇന്ന് രാത്രി നമ്മുടെ ഗ്രഹത്തിനകത്ത് ആമെ അങ്ങനത്തെ ഒരു അഭിഷേകം വ്യാപരിച്ച ആ ശുദ്ര പ്രയോഗത്തിന്റെ ആത്മാവിനെ ചുടുന്ന ഒരു അഗ്നി അഭിഷേകം ഓൺലൈനിൽ കൂടി ദൈവശബ്ദം കേൾക്കുന്നത് ദൂരെടുക്കണം. ഈ ദൂത് നിങ്ങളുടെ ചെവിക്കത്തെത്തുമ്പോൾ തന്നെ ഗ്രഹത്തിൽ കേൾക്കുമ്പോൾ തന്നെ ആമെ കുടുംബങ്ങളെ തകർത്ത, കുഞ്ഞുങ്ങളെ പിന്മാറ്റക്കാരാക്കി മാറ്റിയ, ആത്മീയരെ അനാത്മീയരാക്കി മാറ്റിയ ഈ ശുദ്ര പ്രയോഗത്തിന്റെ ആത്മാവിന് ആമെ ചുട്ടുകളെന്നൊരു ആത്മാവാണ്. ആമെ തീ കൊണ്ട് ഉത്തരമെന്നൊരു അഭിഷേകം ഇന്ന് രാത്രിയും നമ്മുടെ ഗ്രഹത്തിറങ്ങിയിട്ട് ആമെ നമ്മുടെ കുടുംബത്തെ തകർത്ത, നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്മാറ്റക്കാരാക്കി മാറ്റുന്ന, കുടുംബജീവിതത്തോട് പോരടിക്കുന്ന, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മുഖത്ത് മുഖം നോക്കാതെ ആമെ പിന്നെ ആത്മാവിനിട്ടത് ഈ ശുദ്ര പ്രയോഗമാണ്. ആമെ അപ്പനെ അമ്മയെ അടുപ്പിക്കാത്തത് ഈ ശുദ്ര പ്രയോഗമാണ്. ആമേ ഭാര്യ ഭർത്താവിനെ തമ്മിൽ സന്തോഷത്തെ ജീവിപ്പാൻ അനുവദിക്കാത്ത ശുദ്ര പ്രയോഗമാണെങ്കിൽ ആ ശുദ്ര പ്രയോഗത്തിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി ചുടുന്ന ഒരു അഭിഷേകം യേശുവിന്റെ നാമത്തിൽ കത്തട്ടെ 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 അഭിഷേകം കത്തട്ടെ. ഓ ധീരാ ധാരാ ജാലഗടഗശലാദന വൈഡവക്ഷംബരി വിടവത്തിനി ഗടഗശലാദന. ആത്മാവിൽ കത്തട്ടെ, അഭിഷേകത്തെ കത്തട്ടെ, ആത്മാവിൽ കത്തട്ടെ, കരമടിച്ച് ആത്മാവിൽ കത്തിച്ചാട്ടെ, ആത്മാവിൽ കത്തിച്ചാട്ടെ, അഭിഷേകത്തെ കത്തിച്ചാട്ടെ, അഭിഷേകത്തെ കത്തിച്ചാട്ടെ, അഭിഷേകത്തെ കത്തിച്ചാട്ടെ. ഇടപടപടപതിനം തിരിവിടപടവും ശബലഗടകസി ഇടപടപതിനം കത്തട്ടെ 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 കത്തട്ടെ. ശുദ്ര പ്രയോഗങ്ങൾ അടിയുന്നു, മന്ത്രവാദ കെട്ടുകൾ അടിയുന്നു, ആഭിചാര ശക്തി അടിയുന്നു, ദുർശക്തി അഴിയുന്നു. ആമേ ദുർശക്തി അഴിയുന്നു, ദുർശക്തി അഴിയുന്നു. ആമേ അന്നസരിയായി രോഗമിട്ട രോഗാത്മാവിനെ ആമേ ശാസിക്കുന്നു. ഇല്ലാത്ത രോഗങ്ങൾ കൊണ്ടിട്ട്, ഇല്ലാത്ത വേദന കൊണ്ടിട്ട്, ഇല്ലാത്ത ആൻസൈറ്റിക്സ് ആദ്യം കൊണ്ടിട്ട്, ഇല്ലാത്ത ഭയം കൊണ്ടിട്ട്, ഇല്ലാത്ത ഞരക്കം കൊണ്ടിട്ട്, ഇല്ലാത്ത വേദന കൊണ്ടിട്ട്, ആമേ ഇല്ലാത്ത ദുഃഖം കൊണ്ടിട്ട് ആമേ നഗക്ഷലാദനം ആമേ വലച്ചുമിടുന്ന ഇരുട്ടിന്റെ ആത്മാവിനെ ഇന്ന് രാത്രിയിൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ നാമത്തിൽ ആത്മാവ് തന്റെ അഭിഷേകത്തിന്റെ അഗ്നിക്കകത്ത് ആമേ ചൂട്ടുകളയാണ്. ആത്മാവിൽ പോരാടി കയറണം, 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 ആത്മാവിൽ പോരാടി കയറും. ഓ തലമുറ നോക്കി പ്രവചിക്ക്, തലമുറ കുടുംബജീവിതത്തെ നോക്കി പ്രവചിക്ക്, അവരെ ഭാവിയെ നോക്കി പ്രവചിക്ക്. അവരെ വലച്ച ദുഷ്ട പിശാചെ കെട്ടുപൊട്ടിച്ച് അന്യഭാഷ വരെ കെട്ടുപൊട്ടിച്ചോ അവരെ ആത്മീയരെല്ലാരാക്കി മാറ്റുന്ന, അവരെ കാഴ്ചപ്പാടിൽ മങ്ങലേൽപ്പിക്കുന്ന തിമിരം പോലെ അവരെ കണ്ണുകൾ അന്ധത പിടിപ്പിച്ചിരിക്കുന്ന ആമെ തിമിരം പോലെ അവരെ കാഴ്ചപ്പാട് മങ്ങലേൽപ്പിച്ചിരിക്കുന്ന ആമെ ആ ശുദ്ര പ്രയോഗമുണ്ടല്ലോ. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണുമേ വരച്ചിരിക്കേ. നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയ ആ മയക്കത്തിന്റെ ആത്മാവിനെ, ആ ശുദ്ര പ്രയോഗത്തിന് മയക്കിയ ആ മയക്കത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അവയെ പരസ്യമായി ശാസിച്ചു മാറ്റുകയാണ്. ഉടരബലഗദരബ ഉടബക്ഷലബദനിഗടഗസ്യസി ഉടമതനഘടക ശബ്ദിനി വിടകത്തി രാധകശലാദന അത്തനകട്ടി വൈഡബലത്തി മനകലകക്ഷി പടബദലത്തി വെട്ടിബലത്തി വെട്ടികലച്ച കടജശാലി. അന്തരീക്ഷം കളയരുത് കേട്ടോ, ഇവിടുത്തെ ശബ്ദം കളയരുത്, അന്തരീക്ഷം കളയരുത്, ഇവിടുത്തെ ശബ്ദം കളയരുത്. ഈ അന്തരീക്ഷം കളഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഈ അന്തരീക്ഷം നിങ്ങൾക്ക് തന്നെ ഭാരമായിരിക്കും. ഈ അന്തരീക്ഷം കളയരുത്. ഈ അന്തരീക്ഷം കിട്ടാൻ പെട്ട പാട് അവൻ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അതിനാൽ ഈ അന്തരീക്ഷം കളയരുത്. ആത്മാവിൽ പോരാടി കയറിക്കൊള്ളണം, ആത്മാവിൽ പോരാടി കയറിക്കൊള്ളണം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ ശുദ്ര പ്രയോഗത്തിന്റെ കെട്ടിന് ആമേ ചൂട്ടുകളയാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് ആമെ പൊട്ടിച്ച് സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിൽ ആക്കി വെക്കേണ്ട പൗലോസിന്റെ ബന്ധപ്പാടുകൾ നിസ്സാരമല്ല. പൗലോസിന്റെ ആമേ പ്രയത്നം തെറ്റാകുന്നില്ല. പൗലോസിന്റെ പ്രയത്നം കഠിനമാണ്. ഇന്ന് രാത്രി ഉപവാസത്തോടെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് ദൂരെടുക്കുന്നത്. ആമേ വളരെയധികം ഭാരത്തോടു കൂടിയാണ് ഞാൻ ആത്മാവിൻ ആമേ എന്റെ ശരീരം ബലഹീനമാണ്. പക്ഷെ എങ്കിൽ പോലും ആത്മാവിൽ പോരാടി ആമേ ജനത്തിന്റെ വിടുതലിനെ ശുശ്രൂഷിക്കുമ്പോൾ ആമേ അടങ്ങിയിരിക്കരുത്. ആത്മാവിൽ പോരാടിക്കണം യേശുവിന്റെ നാമത്തിൽ. ഈ വിടുതൽ നിങ്ങളത് ഏറ്റെടുത്തില്ല എങ്കിൽ ഇനി ഒരു വിടുതലിന് വേണ്ടി എന്നെ വിളിച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ നിയോഗം കാണത്തില്ല. അതിന് യുവാശത്തിൽ ലഭിച്ച ഈ വിടുതലിനെ നിങ്ങൾ ആത്മാവിൽ പോരാടിത്തോണം. നിങ്ങളുടെ ഭവന അനുകൂലമാണെങ്കിൽ ആ അന്തരീക്ഷം നിങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കണം. ഉറങ്ങിയിരിക്കരുത് കേട്ടോ, ഉറങ്ങരുത്, ആരും മയങ്ങരുത്. ആത്മാവിൽ പോരാടി കയറ്, അഭിഷേകത്തെ പോരാടി കയറ്, ആത്മാവിൽ പോരാടി കയറ്. ആമേ ആത്മാവിൽ പോരാടി കയറ്, കൈയടിച്ച് ആരാധിക്കുക, ആത്മാവിൽ കൈയടിച്ച് ആരാധിക്കുക, അഭിഷേകത്തിൽ ആരാധിച്ച് കയറ്. ഈ ആമേ ഉറുസേ മാന രഗശലാദന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേ 19 20 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ എങ്ങനെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. ഇനി ഒരു കാര്യം നാം ചോദിക്കാം. പൗലോസ്, ഹലോ അഭിഷക്ത കർത്തുദാസൻ പൗലോസേ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഇതെങ്ങനെ സംഭവിച്ചു അങ്ങേക്ക് എന്ന് പറഞ്ഞാൽ തന്നോട് ചോദിച്ചാൽ താൻ പറയും, എത്രയോ രാത്രികൾ വില മുടക്കി. ആമേ പകൽ ആമേ സൂര്യന്റെ ചൂട്, രാത്രി ശൈത്യം, വിശപ്പ്, പൈതാകം, ആമേ ഉറക്കളിപ്പ്, ഇതെല്ലാം സഹിച്ച് ഞാൻ പ്രാപിച്ച ഒരു അധികാരമാണ് ഈ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഞാൻ കൊടുത്തത്. ശ്രോത്ര 20 വാക്യം ഇങ്ങനെ എങ്ങനെ ഓർത്തോണം, കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. നമ്മെ ദൈവം വിളിച്ചത് ഈ ഒച്ച് ഇഴഞ്ഞു പോകുന്നത് പോലെ പോകാനല്ല, ഈ ആമ പോകുന്നത് പോകാനല്ല കേട്ടോ, മറക്കരുത്. ഈ ഒച്ചെഴിഞ്ഞു പോകുന്ന പോലെ പോകാൻ, ആമ പോകുന്ന പോലെ പോകാനല്ല. ദൈവം നമ്മെ വിളിച്ചത് അതിവേഗത്തിൽ പോകാനാണ്. ദൈവത്തിന്റെ വേഗത പഠിക്കണം. ആ ദൈവത്തിന്റെ വേഗത പഠിച്ചെങ്കിലേ വിടുതലിന്റെ വേഗത നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഉപവാസത്തിന്റെ 6-ാം ദിവസം രാത്രിയാണ് ഞാൻ ദൂരെടുത്ത് പറയുന്നത്. എനിക്കൊരു വെളിപ്പാട് കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനം പരന്ന് പ്രബലപ്പെടാൻ, ഒപ്പം എനിക്കും പരന്ന് പ്രബലപ്പെടാൻ, ഒരു ഗ്രാമത്തിൽ, ഒരു വീട്ടിനകത്ത്, ഒരു ചെറിയ കുടിനകത്ത്, ഒരു ചെറിയ സർക്കിളിൽ കിടന്ന എന്നെ പ്രബലപ്പെടാൻ, പരക്കാൻ ദൈവം ബൗണ്ടറി പൊട്ടിച്ചു. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ ആ ബൗണ്ടറി പൊട്ടിക്കാൻ പറ്റൂ. ഈ എൻ്റെ സബ്ജക്റ്റ് ഉണ്ട്, ക്രോസ് ഓവർ സബ്ജക്റ്റ്. അതിപ്പോൾ എടുക്കുന്നില്ല. ദൈവ നിയോഗമനുസരിച്ച് ഒരു ദിവസം എടുക്കാം. ക്രോസ് ഓവർ, മറികടക്കുക. പിശാച് പറയുന്ന വാക്ക് ഒരിക്കലും ഇവർ മറികടക്കാൻ പാടില്ല. ഇവരെ എങ്ങനെ കിടന്നുപോ അങ്ങനെ തന്നെ ഇങ്ങനെ ഇപ്പോഴും കിടക്കണം, അങ്ങനെ തന്നെ എപ്പോഴും കിടക്കണം. ഇതാ സാത്താൻ്റെ പ്ലാൻ. ദൈവം പറയുന്നില്ല, പരന്ന് പ്രബലപ്പെടും. അതെനിക്ക് ചില റെഫറൻസ് കൂടി ചേർത്ത് വയ്ക്കണമായിരുന്നു. ഞാനിപ്പോൾ അതിന് മുതിരുന്നില്ല. നമുക്ക് നാളെ രാവിലെ 6:30 മണിക്ക് ആരാധന തുടങ്ങുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ 5 മണിക്ക് ആരും ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കരുത്, മറക്കാതെ. 6:30 ആരാധനയ്ക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ സമയമുണ്ട്, ജോയിൻ ചെയ്യാം. അപ്പോൾ ആ വാക്കിൻ്റെ മർമ്മം ഇങ്ങനെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. നമ്മളിലോട്ട് കരങ്ങളൊന്ന് വെച്ചിട്ട്, കർത്താവേ എനിക്കും പരന്ന് ഒന്ന് പ്രബലപ്പെടണം. പറഞ്ഞേ, കർത്താവേ ഈ വചനത്താൽ, ഈ ദൂതിനാൽ, ഈ വെളിപ്പാടിനാൽ, ഈ നിയോഗത്താൽ എനിക്കും പരന്ന് പ്രബലപ്പെടണം. ആ സർക്കിൾ ഇന്ന് രാത്രി പൊട്ടണം.
ആ ബൗണ്ടറി ഇന്ന് രാത്രി പൊട്ടണം. പിശാച് മനുഷ്യന് വെച്ച അതിര്, ജാതി പേര് പറഞ്ഞ്, കുല പേര് പറഞ്ഞ്, ദേശ പേര് പറഞ്ഞ് അതിര് കൽപ്പിച്ച അതിരിനെ ഇന്ന് ദൈവാത്മ പൊട്ടിച്ചിട്ട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ബൗണ്ടറി പൊട്ടുകയാണ്. ആമേൻ. നിന്റെ അന്തരീക്ഷം പൊട്ടുകയാണ്. തലമുറകൾ രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് പരന്ന് പ്രബലപ്പെടത്തക്കവണ്ണം അവിടെ ദൈവത്തിന്റെ ഞാനൊരു വചനം കൂടി വായിച്ച് നിർത്താം, ബാക്കി പിന്നെ നാളെ ദിവസം എടുക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചും കിട്ടാൽ മതി. ഞാൻ സമയം എടുക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. പർത്യരും മേത്യരും എല്ലാവരും കപ്പദോക്കിലും ആസ്യയിലും പൊന്തോസിലും വായിച്ചു. പാർഥ്യരും മേഥ്യരും എലാമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദിയിലും കപ്പദോക്കിയിലും പെന്തോസിലും ആസ്യയിലും തുർക്കിയിലും പംഫുല്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിൽ പാർക്കുന്നവരും റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ ഈ 18 ഭാഷ, 18 രാജ്യം, 18 അന്തരീക്ഷം. ദൈവത്തിന്റെ വചനം പ്രബലപ്പെട്ടാൽ രാജ്യങ്ങളുടെ വാതിലുകൾ ദൈവം അങ്ങ് തുറക്കും. രാജ്യങ്ങളുടെ വാതിൽ ദൈവം തുറന്നാൽ നമ്മുടെ അന്തരീക്ഷം അങ്ങ് മാറി കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാം. ചിലപ്പോൾ പ്രവാചകന്മാരെ കൂടെ ദൂത് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാ ദൂതല്ല, കറക്റ്റ് മെസ്സേജാണ്. പക്ഷെ എൻ്റെ ഡ്യൂട്ടി എന്താ? കൈയും കെട്ടി വായും മൂടി പ്രാർത്ഥിക്കാതെ ഉപവസിക്കാതെ അലസനായി പാസ്റ്ററുണ്ടല്ലോ ഉപവസിക്കാൻ, പാസ്റ്ററുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ, കുറച്ച് പാവം പിടിച്ച് 5-6 വിശ്വാസികളുണ്ട്, ലിസ്റ്റ് കൊടുത്തിട്ടങ്ങ് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടങ്ങ് പോയാൽ പ്രാർത്ഥിച്ചവർ അങ്ങ് ബൗണ്ടറി പൊട്ടിപ്പോകും. പക്ഷേ ഈ അലസ നടക്കുന്നത് മൊത്തം ചാകുന്നത് വരെ അവിടെ നിന്ന് ഒരു അനക്കം പോലും വരത്തില്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അവിടെ ഞാൻ ആത്മാവിൽ പറയാം, ദൈവം ബൗണ്ടറി പൊട്ടിക്കേണ്ട ഒരു അഭിഷേകം ഇറക്കിയാൽ കൂടെ നിന്ന് പൊട്ടിച്ചാൽ കൊള്ളാം. ഇല്ല എങ്കിൽ ദൂതും പറഞ്ഞ് അതിനകത്ത് സ്തോത്രം, നമ്മൾ പറയും പോലെ പായസം കാണുമ്പോൾ വെള്ളം ഊരി നടക്കുന്ന പോലെ ഇങ്ങനെ വെള്ളം ഊരി നടക്കാം, സ്വപ്നം നടക്കാം. സ്വപ്നം നടക്കാനല്ല ദൂത് വന്നത്, അത് പ്രാപിച്ചെടുക്കാനാണ്. ഇത് രാത്രി അലസത ഉണ്ടെങ്കിൽ മാറ്റണം. മടി ഉണ്ടെങ്കിൽ മാറ്റണം. ഏതെങ്കിലും അലസതയോ മടി പിന്മാറ്റത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ഈ ഭാഷത്തോട് മാറ്റിയിടുക. കർത്താവേ, എനിക്ക് പരക്കണം. രാജ്യങ്ങളിലേക്ക് ദൈവം എന്നെ പരപ്പിക്കണം. ശബ്ദരാധന എന്റെ അലസതകൾ മാറണം. എൻ്റെ ആത്മാവിൽ അന്യഭാഷ, ചിലരൊക്കെ അന്യഭാഷ പറയുന്നത് വർഷത്തിൽ 2 പ്രാവശ്യമാണ്. സ്വതന്ത്രം ദൈവ വർഷത്തിന് 2 പ്രാവശ്യം പറയാനല്ല അന്യഭാഷ തന്നത്. എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കാനാണ്. അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ചവർ പരന്നിട്ടുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിച്ചവർ പരക്കും. അവർ ഉയർച്ച പ്രാപിക്കും. അവരുടെ മുമ്പ് ദൈവം വാതിൽ തുറക്കും. ഇന്ന് രാത്രിയിൽ ആത്മാവിനെ പറഞ്ഞു നിർത്തുന്നു. ശുദ്രപ്രയോഗത്തിന്റെ കെട്ട് ചുട്ടാൽ പരക്കാൻ അധിക സമയം വേണ്ട. നമ്മൾ പരക്കാതിരിക്കാനാണ് ശുദ്രം ചെയ്തത് കേട്ടോ. നമ്മൾ പരക്കാതിരിക്കാണ് മന്ത്രവാദം ചെയ്തത്. നാം ഉയർച്ച പ്രാപിക്കാതിരിക്കാനാണ് ആവിധമായ ജാതി പോരടിച്ചു വിട്ടത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, അതിനെ ചുട്ടാൽ, അത് ദഹിച്ചു കളഞ്ഞാൽ പിന്നെ പരക്കേണ്ട ദിവസമാണ്. 2026 ഈ ഫെബ്രുവരി മാസം 7-ാം തീയതി രാത്രിയിൽ ഞാൻ ഈ 9:59 ഈ മെസ്സേജ് ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു വെളിപ്പാട് വരുന്നുണ്ട്. ദൈവം ചുട്ടുകളയും എല്ലാ കെട്ടിനെയും. ഇന്ന് രാത്രി ചുട്ട് അതിന്റെ നാരായി കല്ല് ദൂരെ കളഞ്ഞാൽ നിന്റെ തലമുറ പരക്കും, ഒപ്പം നീയും പരക്കും, നിന്റെ കുടുംബം പരക്കും, നിന്റെ ജീവിതത്തിൽ പ്രശസ്തി ഉണ്ടാകും, നീ പ്രശസ്തനായി മാറും. നീ അത്ഭുതത്തിന് വഴിയാകും, വിശേഷ നന്മയിലേക്ക് സഞ്ചരിക്കും, ആത്മാവിന്റെ അധികാരം പ്രാപിച്ചെടുക്കാം. കണ്ണടയ്ക്കാം, ആത്മാവിന് കരമിടിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ വിശ്വസ്ത ദൈവമാണ്. നമ്മുടെ കർത്താവ് അത്ഭുതമാണ്. ആത്മാവ് ദൈവത്തിന്റെ വിശേഷതകൾ ഇന്ന് രാത്രി ആത്മാവിൽ കണ്ടുകൊണ്ട് ഒരു പ്രാവശ്യം 1-2-3 സെക്കൻഡ് അന്യഭാഷകൾ ആ കരമൊന്നടിച്ച് പോരാടി കയറാമോ? പോരാടിക്കരാം. ചില നിമിഷങ്ങൾ പോരാടി.
ആ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കണ്ണിൽ തന്നെ സ്വപ്നം കാണട്ടെ, ദർശനം കാണട്ടെ. അവ കെട്ടുകൾ ചുട്ടുമാറുന്നത്, ആ ശാപങ്ങൾ ചുട്ടുമാറുന്നത് കാണാട്ടെ. ഓ അത് ഞാൻ ആത്മാവിൽ കാണുന്നു. ആമേ, ഭവനത്തിന്റെ അകത്തുനിന്നും സകല ശുദ്രങ്ങളും, സകല മന്ത്രവാദങ്ങളും, സകല ആഭിചാരങ്ങളും, സകല നേർച്ച കാഴ്ചകളും, സകല ഭൂതപ്രേത ശക്തികളും, സകല ആമേ കെട്ടുകൃതികളും, നാലാമത് കെട്ടുകൾ, ആമേ രണ്ടാമത് കെട്ടുകൾ, അമ്പലക്കെട്ടുകൾ, ആൽത്തറകെട്ടുകൾ, പൂജകൾ, പൂജ നേർച്ചകൾ, ഹോമം ചെയ്തത്, ആഹാരത്തുകൂടി തന്നത്, ആഹാരത്തുകൂടി ചെയ്യിച്ചത്, ആമേ ആഹാരത്തുകൂടി തന്നത്, ആമേ ആമേ സ്നേഹിച്ചുകൊണ്ട് അകത്ത് കയറ്റിയതായ ആമേ ആകാത്തു മന്ത്രവാദത്തിന് കെട്ടുകൾ, ആമ റിഗശരാധന ഒരു സർപ്പവിഷം പോലെ അകത്ത് കയറ്റിയ പൈശാചിക ശോധനത്തെ ഞാൻ യേശു നാമത്തെ അത് കരിയിക്കുന്നു, അത് യേശു നാമത്തെ കരിയിക്കുന്നു, അത് യേശു നാമത്തെ കരിയിക്കുന്നു, അത് യേശു